കാർഷിക വാർത്തകൾ. വിയറ്റ്നാമിൽ കുരുമുളക് ക്ഷാമം രൂക്ഷം. കൊച്ചിയിലും വിലവർധന. ആഗോളതലത്തിൽ റബ്ബറിന് വില തകർച്ച. ഉയർന്ന താപനില കാരണം ഏലം വിളവെടുപ്പ് നിർത്തിവെക്കേണ്ടി വരുമോ എന്ന് ആശങ്ക. വിയറ്റ്നാമിൽ കുരുമുളക് ക്ഷാമം രൂക്ഷമായി. കയറ്റുമതിക്കാർ വില ഉയർത്തിയെങ്കിലും കാർഷിക മേഖലയിൽ നീക്കിയിരിപ്പ് ചുരുങ്ങിയത് തിരിച്ചടിയായി. വിലക്കയറ്റം മലബാർ മുളക് വില ഉയർത്തുമെന്ന കണക്കുകൂട്ടലിൽ ഇടുക്കി, വയനാട് മേഖലകളിലെ മധ്യവർത്തികളും കർഷകരും മുളക് വിൽപ്പന നിയന്ത്രിച്ചതിനാൽ കൊച്ചിയിൽ ഗാർബിൾഡ് മുളക് വില 65,600 രൂപയായി ഉയർന്നു. ഏലം ഉൽപാദന കേന്ദ്രങ്ങളിൽ പകൽ താപനില പതിവിലും ഉയർന്നത് വിളവെടുപ്പ് നേരത്തെ നിർത്തിവെക്കാൻ ഇടയാക്കുമെന്ന ആശങ്കയിലാണ് കർഷകർ. മഴയുടെ അഭാവം മൂലം വരൾച്ചാ ഭീതിയുമുണ്ട്. പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ നോയമ്പുകാല ആവശ്യങ്ങൾക്കായി ഏലക്ക ശേഖരിക്കാൻ രംഗത്തുണ്ട്. ഇടപാടുകാർ ശരാശരി ഇനം ഏലക്ക കിലോ 3,132 രൂപയായും മികച്ച ഇനങ്ങൾ 3,666 രൂപയായും ഉയർത്തി. മൊത്തം 14,257 കിലോ ഏലക്ക ലേലം കൊണ്ടു. കൊപ്രക്ഷാമം കണക്കിലെടുത്ത് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും വ്യവസായികൾ 14,800 രൂപയ്ക്ക് ചരക്ക് ശേഖരിച്ചു. വില ഉയർത്തിയിട്ടും കൊപ്ര കിട്ടുന്നില്ല. മാസാവസാനം ഇവിടെ നാളികേര വിളവെടുപ്പ് ഊർജിതമാകുന്നതോടെ പച്ചതേങ്ങ ലഭ്യത ഉയരുമെന്ന പ്രതീക്ഷയിലാണ് മില്ലുകാർ. ഏഷ്യൻ റബ്ബർ വിപണികളിൽ വില തകർച്ച. നിക്ഷേപകർ ബാധ്യതകൾ വിറ്റുമാറാൻ കാണിച്ച തിടുക്കം മൂലം ജപ്പാൻ, ചൈനീസ്, സിംഗപ്പൂർ മാർക്കറ്റുകൾക്ക് തിരിച്ചടി നേരിട്ടു. കയറ്റുമതി വിപണിയായ ബാങ്കോക്കിലും ഷീറ്റ് വില 19,991 രൂപയിൽ നിന്നും 19,444 രൂപയായി ഇടിഞ്ഞു. കേരളത്തിലും റബ്ബറിന് തിരിച്ചടിയായി. 4ാം ഗ്രേഡ് റബ്ബർ കിൻഡലിന് 400 രൂപ ഇടിഞ്ഞ് 18,900 രൂപയായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഡൽഹിയിലെ കർഷക സമരം ശക്തമാക്കുമെന്ന് സൂചന. മിനിമം താങ്ങുവിലയ്ക്ക് വേണ്ടി പോരാടുന്ന എല്ലാ കർഷകരും നാളെ പ്രതിഷേധ സ്ഥലത്ത് എത്തണമെന്ന് അഭ്യർത്ഥിച്ച് നേതാക്കൾ. കർഷക നേതാവ് ജഗ്ജിത് സിംഗ് ദല്ലേവാളിന്റെ അനിശ്ചിതകാല നിരാഹാര സമരം വെള്ളിയാഴ്ച 39ാം ദിവസത്തിലേക്ക് കടന്ന സാഹചര്യത്തിൽ താങ്ങുവിലയെ പിന്തുണയ്ക്കുന്ന കർഷകരോട് നാളെ പ്രതിഷേധ സ്ഥലത്തെത്താൻ അദ്ദേഹം അഭ്യർത്ഥിച്ചു. പിന്തുണ വർദ്ധിപ്പിക്കാനും 2020 കർഷക പ്രസ്ഥാനം പുനരാരംഭിക്കാനുമുള്ള ശ്രമമായി ഇത് വിലയിരുത്തപ്പെടുന്നു. നിയമപരമായ MSP നേടുന്നതിനുള്ള പോരാട്ടമാണ് നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. ഈ പോരാട്ടത്തിൽ സമരത്തിന്റെ ഭാഗമായവരും പ്രസ്ഥാനം കൂടുതൽ ശക്തമാകുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവരും ജനുവരി 4-ന് ഖനൌരി അതിർത്തിയിലെത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഹിന്ദിയിലുള്ള ഒരു വീഡിയോ സന്ദേശത്തിൽ ദല്ലേവാൾ പറഞ്ഞു. സംയുക്ത കിസാൻ മോർച്ചയുടെയും കിസാൻ മസ്ദൂർ മോർച്ചയുടെയും സംഘടനയിൽപ്പെട്ട കർഷകർ 2024 ഫെബ്രുവരി 13 മുതൽ പഞ്ചാബിനും ഹരിയാനയ്ക്കുമിടയിലുള്ള അതിർത്തി പ്രദേശങ്ങളിൽ ക്യാമ്പ് ചെയ്യുന്നു. ഡൽഹിയിലേക്കുള്ള മാർച്ച് ഹരിയാന സർക്കാർ തടഞ്ഞതിനെ തുടർന്നാണ് ഇവർ ഇവിടെ തങ്ങുന്നത്. വിളകൾക്കുള്ള മിനിമം താങ്ങുവില ഉൾപ്പെടെയുള്ള കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് 2024 നവംബർ 26 മുതൽ പഞ്ചാബിനും ഹരിയാനയ്ക്കുമിടയിലുള്ള ഖനൌരി അതിർത്തിയിൽ ദല്ലേവാൾ അനിശ്ചിതകാല നിരാഹാരത്തിലാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ജനിതക മാറ്റം വരുത്തിയ വിള സംബന്ധിച്ച നിയമങ്ങൾ കർശനമാക്കാൻ സർക്കാർ നീക്കം. ജനിതക മാറ്റം വരുത്തിയ വിളകൾക്ക് അനുമതി നൽകുന്നതിന് കൃത്യമായ മേൽനോട്ടം വേണമെന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യയിലെ ജനിതകമാറ്റം വരുത്തിയ വിളകൾ, ഉൽപ്പന്നങ്ങൾ എന്നിവ അംഗീകരിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള പ്രക്രിയയിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കാൻ സർക്കാരിന്റെ നീക്കം. ഇതിനായി നിയമങ്ങളിൽ ഭേദഗതി വരുത്താൻ കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുണ്ട്. 1989 നിയമങ്ങളനുസരിച്ചാണ് സൂക്ഷ്മജീവികളുടെയും ജനിതകമാറ്റം വരുത്തിയ ജീവജാലങ്ങളുടെയും ഉപയോഗം, ഇറക്കുമതി, കയറ്റുമതി, സംഭരണം എന്നിവ നിയന്ത്രിക്കുന്നത്. പരിസ്ഥിതിയും മനുഷ്യന്റെ ആരോഗ്യവും സംരക്ഷിക്കുന്നതിനാണ് ഈ നിയമങ്ങൾ അവതരിപ്പിച്ചത്. ജനിതകമാറ്റം വരുത്തിയ കടുകിന് സർക്കാർ അനുമതി നൽകിയതിനെ ചോദ്യം ചെയ്തുള്ള ഹർജികളിലെ വിധിയിൽ കർശനമായ മേൽനോട്ടത്തിന്റെ ആവശ്യകത സുപ്രീം കോടതി എടുത്തുകാണിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഒക്ടോബർ, ഡിസംബർ മാസങ്ങളിൽ ഇന്ത്യയിലെ പഞ്ചസാര ഉൽപ്പാദനത്തിൽ ഇടിവ്. ഉൽപ്പാദനം 16% കുറഞ്ഞ് 95.4 ലക്ഷം ടണ്ണായി. ഒക്ടോബറിൽ ആരംഭിച്ച വിപണി വർഷത്തിന്റെ ആദ്യപാദത്തിൽ പഞ്ചസാര ഉൽപ്പാദനം 16% ഇടിഞ്ഞ് 95.40 ലക്ഷം ടണ്ണായി. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ മില്ലുകൾ 113.01 ലക്ഷം ടൺ ഉൽപ്പാദിപ്പിച്ചിരുന്നു. ഇന്ത്യൻ ഷുഗർ ആൻഡ് ബയോ എനർജി മാനുഫാക്ചേഴ്സ് അസോസിയേഷന്റെ കണക്കനുസരിച്ച് ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക സംസ്ഥാനങ്ങളിലെ ക്രഷിംഗ് നിരക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ചതാണ്. എന്നിരുന്നാലും 2024 ഡിസംബർ അവസാന വാരത്തിൽ ഉത്തർപ്രദേശിൽ മഴയെ തുടർന്ന് കരിമ്പ് വിതരണം താൽക്കാലികമായി തടസ്സപ്പെട്ടതിനാൽ ക്രഷിംഗ് നിരക്ക് കുറഞ്ഞു. ഒരു വർഷം മുൻപ് 512 ഫാക്ടറികൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് അതേ പാദത്തിൽ 493 മില്ലുകൾ മാത്രമാണ് പ്രവർത്തിച്ചത്. രാജ്യത്തെ ഏറ്റവും വലിയ പഞ്ചസാര ഉൽപ്പാദക സംസ്ഥാനമായ ഉത്തർപ്രദേശിലെ പഞ്ചസാര ഉൽപ്പാദനം ആദ്യപാദത്തിൽ 34.35 ലക്ഷം ടണ്ണിൽ നിന്ന് 32.80 ലക്ഷം ടണ്ണായി കുറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.
കിഴങ്ങുവർഗ്ഗങ്ങൾക്കും ഭക്ഷ്യയോഗ്യമായ ഇലവർഗ്ഗങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന കാർഷിക മേള മംഗളൂരുവിൽ ജനുവരി 4-5 തീയതികളിലാണ് മേള നടക്കുന്നത്. ദ്വിദിന മേളയിൽ കിഴങ്ങുവർഗ്ഗങ്ങളും പച്ച ഇലക്കറികളും പ്രദർശിപ്പിക്കും. കിഴങ്ങുവർഗ്ഗങ്ങൾ, ടേണിംസ്, പച്ച ഇലക്കറികൾ എന്നിവയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് ഉപഭോക്താക്കളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മേള സംഘടിപ്പിക്കുന്നത്. 350ഓളം ഇനം കിഴങ്ങുവർഗ്ഗങ്ങളും ടേണിംസും 150 ഇനം പച്ച ഇലക്കറികളും പരിപാടിയിൽ പ്രദർശിപ്പിക്കുമെന്ന് മംഗളൂരുവിൽ മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംഘാടക സമിതി പ്രതിനിധി GR പ്രസാദ് പറഞ്ഞു. മഹാരാഷ്ട്ര, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, കേരളം എന്നിവിടങ്ങളിൽ നിന്നുള്ള കർഷകരും കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 100ഓളം കർഷകരും വൈവിധ്യമാർന്ന കിഴങ്ങുവർഗ്ഗങ്ങൾ, ടേണിംസ്, ഇലക്കറികൾ എന്നിവ മേളയിലേക്ക് കൊണ്ടുവരുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഭൂരിഭാഗം കിഴങ്ങുവർഗ്ഗങ്ങളും വരൾച്ച പോലുള്ള സാഹചര്യങ്ങളിൽ പോലും കൃഷി ചെയ്യാമെന്ന് പറഞ്ഞ അദ്ദേഹം ഇവ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും കൃഷി ചെയ്യാൻ കഴിയുമെന്നും സൂചിപ്പിച്ചു. ആളുകൾക്ക് അവരുടെ ടെറസ് ഗാർഡനിലും കിഴങ്ങുവർഗ്ഗങ്ങളും ടേണിംസും വളർത്താമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 192, RSS 5 188, ലാറ്റക്സ് 133, ജാതിക്ക 360, ജാതിപത്രി 2100 മുതൽ 2300 വരെ, ഗ്രാമ്പു 900, അടയ്ക്ക 250, കാപ്പിക്കുരു 235, കൊക്കോ പരിപ്പ് 740, കുരുമുളക് ഗാർബിൾ 65,600, കുരുമുളക് അൺഗാർബിൾ 63,600, ഏലക്ക 2,900 മുതൽ 3,000 വരെ, വെളിച്ചെണ്ണ 21,900, കൊപ്ര 17,000, ചുക്ക് 32,500.